നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് വീണ്ടും ഒരു സുപ്രഭാതം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. സമൂഹത്തിലെ അശരണരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, പാവപ്പെട്ട, കഷ്ടപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയെക്കുറിച്ചാണ് പലപ്പോഴും ഞങ്ങൾ വേവലാതിപ്പെടുന്നത്. സാധാരണ യൂട്യൂബ് ചാനൽ, ഡിജിറ്റൽ ചാനലിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോ ആരെങ്കിലും ചെയ്യും ഒരു വിഷയത്തിലെന്നല്ലാതെ തുടർച്ചയായി റിസൾട്ട് ഉണ്ടാകുന്നവരെ വീഡിയോ ചെയ്യുന്ന ചാനലുകൾ വളരെ അപൂർവമാണ്. ഞങ്ങൾ ആശാ വർക്കേഴ്സിൻ്റെ വീഡിയോസ് കുറേ അധികം ചെയ്തു. അംഗനവാടികളുടെ 30 വീഡിയോ ചെയ്തു. പലതിനും റിസൾട്ട് ഉണ്ടായി. പല കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ചതിന് നടപടികൾ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്നലെ ഞങ്ങൾ തൊഴിലുറപ്പിനെ സംബന്ധിച്ച് 2 വീഡിയോ ചെയ്തിരുന്നു. എന്താണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്ന്. ഇന്നും വീണ്ടും തൊഴിലുറപ്പിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംഭാവനകൾ അയച്ചു തരണം. ജനങ്ങളുടെ സംഭാവനയിലാണ് ഈ വീഡിയോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പരസ്യങ്ങൾ പിടിച്ചു തരണം. നിങ്ങൾ കമ്മീഷൻ തന്നെ തരണം, ഞങ്ങൾ തയ്യാറാണ്. കാര്യം ഞങ്ങൾക്ക് പരസ്യമില്ല. ഈ ചാനൽ മുന്നോട്ട് പോകണം. ഇത് ജനകീയ ചാനലാണ്, ജനങ്ങളുടെ ശബ്ദമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. തൊഴിലുറപ്പുകാരുടെ ഒരു വീഡിയോ ചെയ്തു. ജീവനക്കാരുടെ പ്രതിസന്ധികളെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് നിരവധി ആളുകൾ നേരിട്ടും കമൻറ്റ് ബോക്സ് വഴിയും എന്നെ വിവരങ്ങൾ അറിയിച്ചത്. ഒരു തമാശ എന്തെന്ന് വെച്ചാൽ, അങ്കണവാടി അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അവരും കരാർ ഉദ്യോഗസ്ഥർ, അവർ സധൈര്യം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു സീരിയസ് മീൻസ് എണ്ണത്തിൽ കൂടുതൽ കമൻറ്റ് വരുന്നില്ല. അവർ ഷെയറിങ്ങിലും കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അത് കയറി വരുന്നുണ്ട് വീഡിയോസ്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സൂചിപ്പിക്കാനുള്ളത്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ആ വീഡിയോയിൽ തന്നെ കമൻ്റ് ഇട്ടതിൽ 3 സഹോദരിമാർ കമൻ്റ് ഇട്ടിരിക്കുന്നു. സാർ, ഞങ്ങൾ 18 വർഷമായി ഞങ്ങൾക്ക് ശമ്പളമില്ല. മറ്റൊരാൾ 13 വർഷമായി വർധനവില്ല, ശമ്പളമില്ലാതെ വർധനവില്ല. മറ്റൊരാൾ 10 വർഷമായി വർധനവില്ല. അത് ശരിയല്ല എന്നൊരു ഞങ്ങളുടെ ഫാക്ട് ചെക്കിൽ മനസ്സിലാക്കുന്നത്. 22 വരെ ശമ്പള വർധന കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 20 വരെ, 5 വർഷത്തിന് മുമ്പ് 19 വരെ ശമ്പള വർധനവുണ്ട്. പിന്നെ 5-6 വർഷമായിട്ടാണ് ശമ്പള വർധനവില്ലാത്തതെന്നാണ്. അതല്ല, ഇനി അങ്ങനെ അല്ല എങ്കിൽ കൃത്യമായി ഈ വീഡിയോ കാണുന്നവർ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തന്നാൽ അത് ഞങ്ങൾ ഇടുന്നതാണ്. എന്തുകൊണ്ട് ഈ ശമ്പള വർധനവ് കൊടുക്കാൻ പറ്റുന്നില്ല, കാലാകാലങ്ങളിൽ ശമ്പള വർധനവ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യം ഞങ്ങൾ 2ാമത്തെ വീഡിയോയിൽ ഇന്നലെ ചെയ്തിരുന്നു. ജില്ലാ തലത്തിലും മുകളിലോട്ട് സംസ്ഥാന തലത്തിലുമാണ് ചെലവുകൾ പലപ്പോഴും അധികരിച്ചും ആവശ്യമില്ലാത്ത തസ്തികകളും ആവശ്യമില്ലാത്ത ചെലവും പരിശീലനം എന്നൊക്കെ പറഞ്ഞും ടൂറെന്നും പറഞ്ഞ് ഒരുപാട് പണം ആവശ്യമില്ലാത്ത PR വർക്കിനുമൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി താഴെ തലങ്ങളിൽ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന എഞ്ചിനീയർമാർക്കും സൂപ്പർവൈസർമാർക്കും ഓവർസിയർമാർക്കും സാധാരണ മേറ്റുമാർക്കും അങ്ങനെ താഴോട്ടുള്ള സംവിധാനത്തിന് പണം കൊടുക്കാനില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രധാന പ്രശ്നം. ഇനി അതിനേക്കാൾ വളരെ പ്രധാന പ്രശ്നം NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിപ്പോൾ NHM ആയിട്ടുണ്ട്, നാഷണൽ ഹെൽത്ത് മിഷൻ, അതായത് ആശാ വർക്കേഴ്സും പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെയൊക്കെ ഒരു പ്രോജക്റ്റ്. അതിൽ ഒരു വലിയ ജോലി അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ആ ജോലി അനിശ്ചിതത്വം ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ, പഞ്ചായത്ത് ഭരണസമിതി മാറുമ്പോൾ ജോലി അനിശ്ചിതത്വത്തിൽ അവരെ പിരിച്ചുവിടുമായിരുന്നു. ഇന്നിപ്പോൾ അതിന് പരിഹാരമുണ്ടായിട്ടുണ്ട്. പ്രോജക്റ്റ് ഉള്ളിടത്തോളം കാലം പെർഫോമൻസിലോ എന്തെങ്കിലും അഴിമതിയിലോ എന്തെങ്കിലും പിടിച്ചാൽ മാത്രമേ പുറത്താക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായി പ്രോജക്റ്റ് ഉള്ളിടത്തോളം കാലം NHM ഉള്ളവർക്ക് ജോലി സുരക്ഷിതത്വമുണ്ട്. അത്ര പോലും സുരക്ഷിതത്വം ഈ തൊഴിലുറപ്പിലില്ല. അവർ ഭയത്തിലാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തുകൾ ഭരണം മാറി വരുമ്പോൾ അവർ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ഒരു 10-2000 പേരെയൊക്കെ അവർ മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ LDF വരാം, LDF UDF വരാം, BJP വരാം, പല ഇക്വേഷൻ വരാം. അതിനനുസരിച്ച് ജോലി സുരക്ഷിതത്വത്തിൽ ഒരു പ്രതിസന്ധി ഇപ്പോഴേ തൊഴിലുറപ്പുകാർ കാണുന്നു. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും ഈ തൊഴിലുറപ്പിലുള്ളവരെ കുറേ പേരെ മാറ്റി ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത്, ഈ വന്നു പോയവർ 40-45 വയസ്സായവർ, അവർ കല്യാണവും കഴിച്ച് കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുറത്ത് പോയാൽ ജോലി കിട്ടുകയില്ല. ബാക്കിയുള്ളവരെ എടുത്തു വെച്ച് അടുത്ത വർഷം വരുമ്പോൾ മാറ്റിയാലും പ്രശ്നം വരും. അപ്പോൾ ഇത് ആയാറാം പദ്ധതിയാക്കാതെ ഇതിനകത്തൊരു ജോലി സുരക്ഷിതത്വത്തെക്കുറിച്ച് ആലോചിക്കുക. നിലവിലുള്ളവരിൽ പെർഫോമൻസ് ഉള്ളവരെ, അത് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ അപ്പോയിൻ്റ് ചെയ്ത UDF കാണും, LDF കാണും, അങ്ങനെയുള്ളവരെ നിലനിർത്തുന്നതിനുള്ള ഒരു സംവിധാനം NRHM പോലെ ഒരു സ്ഥിരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ ഇവരുടെ വാർഷിക ഇൻക്രിമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണം. ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ വളരെ കൃത്യമായി അവർ പ്രതിസന്ധിയിലാണ്. ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കി അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ചൂടാക്കി നിർത്തിയിട്ട് നമ്മൾ അവിടെ ഇത് ചെയ്തു, ഈ മണ്ഡലത്തിൽ ഇത് ചെയ്തു, ഈ പഞ്ചായത്തിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് PR വർക്ക് നടത്തി, എവിടെയെങ്കിലും 1-2 സ്ഥലത്ത് PR വർക്ക് നടത്തി 1000 സ്ഥലത്തെ ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണ് ഇതിനകത്ത് നടക്കുന്നത്. വലിയ കൊടിയ പീഡനമാണ് ഇതിനകത്ത് വന്നിരിക്കൊണ്ടിരിക്കുന്നത്. അംഗനവാടികളിൽ ICDS സൂപ്പർവൈസർമാരുടെയും
അതുപോലുള്ള ആളുകളുടെയും പീഡനമാണെങ്കിൽ ഇവിടെ മുകളിലോട്ടുള്ളവരുടെ പീഡനമുണ്ട്, സോഷ്യൽ ആഡിറ്റുകാരുടെ പീഡനവും ചില ആളുകൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും തൊഴിലുറപ്പിൻ്റെ ജീവനക്കാർ സങ്കടക്കടലിൽ തന്നെയാണ്.